കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ? അപ്പം ടീം കോഫി എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മിക്കവർക്കെല്ലാം കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കോഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ളൊരു ഫേവറേറ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് കോൾഡ് കോഫിയാണ്. അപ്പോൾ കോൾഡ് കോഫി എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമ്മുടെ കോൾഡ് കോഫിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഞാനൊരു 1/4 കപ്പ് മിൽക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ കോഫി, അത് ഏത് കമ്പനിയുടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് കോഫി ഞാൻ ഇപ്പോൾ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ പഞ്ചസാര, ആവശ്യമുള്ള പഞ്ചസാര. ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഐസ്ക്രീം ആഡ് ചെയ്യാൻ സാധിക്കും. ഐസ്ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നല്ലതായിരിക്കും. അപ്പോൾ കൂടുതലും മിൽക്കിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റ് വരുന്നത് വാനില ഫ്ലേവറിൻ്റെ ഐസ്ക്രീം ആഡ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം കൂടെ ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഐസ്ക്രീം ഇല്ലാത്തപ്പോൾ ഞാൻ ഇപ്പോൾ ഐസ്ക്രീം ആഡ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഐസ്ക്രീം ആഡ് ചെയ്ത് തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി ആഡ് ചെയ്യണം. കുറച്ച് മതി, നമുക്ക് സ്ട്രോങ് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. അപ്പോൾ അതെ, ഞാൻ ഇത്രയും ഇൻസ്റ്റൻറ്റ് കോഫിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി ചെയ്യേണ്ടത് ചൂടുവെള്ളം, കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ഈ ഇൻസ്റ്റൻറ്റ് കോഫി നമ്മൾ ലയിപ്പിച്ചെടുക്കണം. അതായത് ഒരു തരി കട്ടി പോലും കാണരുത്. അതിനെ നേരത്തെ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു. അപ്പം ചൂടുവെള്ളത്തിലോട്ട് ഇതൊന്ന് ലയിപ്പിച്ചെടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ മിക്സി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരുന്ന മിൽക്ക് ഐസ് ഞാൻ ഇട്ട് കൊടുത്ത്, അതിനുശേഷം നമ്മൾ നേരത്തെ ഇത് അലിയിച്ച് വെച്ചിരുന്ന ഇൻസ്റ്റന്റ് കോഫി. ഇതിനാവശ്യമായിട്ടുള്ള ഒരു 2-3 സ്പൂൺ പഞ്ചസാര. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇടാം. ഇത്രയും ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ടൈമിലും ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. വാനിലയുടെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യും. ഞാൻ ഐസ്ക്രീം ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല, പക്ഷെ ഒന്നുകൂടി ബ്ലെൻഡ് ആവേണ്ടതുണ്ട്. നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം കൂടി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കും. ഇത് കറക്റ്റ് 1 കപ്പ് ഉള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിമ്പിളാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നാളെ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, സീ യു.